Hi friends, welcome back to my channel. It's me PRAMEESHA. Okay, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ബാക്ക് സ്റ്റിച്ച്, സ്റ്റെം സ്റ്റിച്ച് ആൻഡ് ചെയിൻ സ്റ്റിച്ച് പിന്നെ അതിൻ്റെ ഫാമിലിയിൽ വരുന്ന സ്റ്റിച്ചസും ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്റ്റിച്ചസ് ഏതൊക്കെയാണെന്നുള്ളത് പറയാം. ബാക്ക് സ്റ്റിച്ചിൽ ഫാമിലിയിൽ വരുന്ന സ്റ്റിച്ച് പെക്കിനീസ് സ്റ്റിച്ചാണ്. പിന്നെ സ്റ്റെം സ്റ്റിച്ചിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റിച്ചസ് ഒന്നും വരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് അത് മാത്രമേ കാണിക്കുന്നുള്ളൂ. പിന്നെ ചെയിൻ സ്റ്റിച്ചിലാണ് നമ്മൾ ഇത്രയും സ്റ്റിച്ചസ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ മാജിക് ചെയിൻ, ട്വിസ്റ്റഡ് ചെയിൻ, ബ്രോക്കൺ ചെയിൻ, വീപ്ഡ് ചെയിൻ, പെറ്റൽ ചെയിൻ സ്റ്റിച്ച്, ബട്ടർഫ്ലൈ ചെയിൻ, റഷ്യൻ ചെയിൻ, സിക്സാഗ് ചെയിൻ, ബുൾസ് ഹെഡ്, ടുലിപ്പ്, കേബിൾ ചെയിൻ, റോസ് വിത്ത് ചെയിൻ സ്റ്റിച്ച് ആൻഡ് ഫൈനലി വീഡ് സ്റ്റിച്ച്. അതുപോലെ ലേസി ഡേസി അതും നമ്മുടെ ചെയിൻ സ്റ്റിച്ച് ഫാമിലിയിൽ വരുന്നതാണ്. പക്ഷേ അതിന് വീണ്ടും നമ്മൾ കുറച്ച് പാറ്റേൺസ് നമ്മൾ അതിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കുറച്ച് സബ് സ്റ്റിച്ചസ് വരുന്നുണ്ട്. അത് ട്വിസ്റ്റഡ് ലേസി ഡേസി, ഡബിൾ ലേസി ഡേസി, ലോങ് ടെയിൽ ലേസി ഡേസി, ലേസി ഡേസി വിത്ത് സ്ട്രെയിറ്റ് സ്റ്റിച്ച്. അപ്പോൾ ഇത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ സമയം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, അതുപോലെ ഞാനിത് ഇത്രയും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡ്രസ്സിലേക്കൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റിയ സ്റ്റിച്ചസാണ് ഈ ചെയിൻ സ്റ്റിച്ച് ഫാമിലിയിൽ വരുന്നത്. അതുപോലെ കുട്ടികളുടെ ഡ്രസ്സിലേക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരുപാട് നല്ല ഡിസൈൻസ് ഈ ചെയിൻ സ്റ്റിച്ച് ഫാമിലിയിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ ബാക്ക് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് സൂചി ഇങ്ങനെ കുത്തിയിട്ട് മുന്നിലേക്ക് എടുക്കുക. അപ്പം ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഈ ഒരു രണ്ട് ഗ്യാപ്പും ഒരേ ഡിസ്റ്റൻസ് ആയിരിക്കണം, അത് നോക്കുക. പിന്നെ നമ്മൾ ഓരോ സ്റ്റിച്ചിൻ്റെയും പേരും അത് ചെയ്യുന്ന രീതിയായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ ഓർത്ത് വയ്ക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇത് ബാക്ക് സ്റ്റിച്ച്, അപ്പോൾ ബാക്കോട്ട് തന്നെ ഇതാ വരിക. എന്നിട്ട് നമ്മളിത് നേരെ ഇപ്പോൾ ചെയ്ത പോലെ ചെയ്യുക. അപ്പോൾ ഈ ത്രെഡ് കിടക്കുന്ന ഇതിൻ്റെ രണ്ട് ഭാഗവും തമ്മിലുള്ള അകലം തുല്യമായിട്ടിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പം അതങ്ങനെ ചെയ്തെടുക്കുക. വീണ്ടും നമ്മൾ ഇപ്പോൾ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കൈയൊക്കെ വഴങ്ങി വരണം, എന്നാലേ നമ്മൾ ചെയ്യുന്നതൊക്കെ വൃത്തിയായിട്ട് വരുള്ളൂ. പിന്നെ നമ്മൾ ബാക്കോട്ട് വരിക. അപ്പോൾ ഈ ബാക്ക് സ്റ്റിച്ചിൻ്റെ കുറച്ച് പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, ഇത് എല്ലാ എംബ്രോയ്ഡറി സ്റ്റിച്ചസിൽ ഏറ്റവും ഉറപ്പുള്ള സ്റ്റിച്ചാണ് ബാക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ സ്വിങ് മെഷീനിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് ഫോം ചെയ്യുന്നത് ബാക്ക് സ്റ്റിച്ചാണ്. നിങ്ങളിനിയിപ്പോൾ ശ്രദ്ധിച്ചോളൂ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ സ്വിങ് മെഷീനിൽ വരുന്നത് ബാക്ക് സ്റ്റിച്ചാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് നമ്മൾ സ്റ്റെമ്മാണ് ചെയ്യുന്നത്. അപ്പം ഈ സ്റ്റെമ്മും ഈ ബാക്ക് സ്റ്റിച്ചും തമ്മിലുള്ളൊരു ബന്ധം എന്ന് വെച്ചാൽ, ഇതിപ്പം ബാക്ക് സ്റ്റിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ഈ റിവേഴ്സ് സൈഡിൽ, അതായത് ബാക്ക് സൈഡിൽ ഇത് സ്റ്റെമ്മാണ് ഫോം ചെയ്യുന്നത്. അതുപോലെ നമ്മൾ സ്റ്റെം സ്റ്റിച്ച് ചെയ്യുമ്പം അതിൻ്റെ ബാക്ക് വശത്ത് ബാക്ക് സ്റ്റിച്ചാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ബാക്ക് സ്റ്റിച്ചിൻ്റെ ഫാമിലിയിൽ വരുന്ന പെക്കിനീസ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഒരു ബാക്ക് സ്റ്റിച്ച് നമ്മൾ ആദ്യം ഇട്ട് വെക്കണം. എന്നിട്ട് അതിൻ്റെ ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ മുകളിലൂടെ കുത്തിയെടുക്കുക. സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ താഴേക്കൂടെ നൂല് കൊണ്ടുവരിക. വീണ്ടും ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ അടിയിലൂടെ വന്നിട്ട് ചുറ്റിയെടുക്കുക. ദെൻ നമ്മൾ സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ അടിയിലൂടെ തന്നെ വരിക. ഓക്കെ, നേരെ ആദ്യത്തെ സ്റ്റിച്ചിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ വരും. മനസ്സിലായോ നിങ്ങൾക്ക്? ഒന്നുകൂടെ കാണിക്കാം. അതായത് രണ്ടാമത്തെ തൊട്ടടുത്ത് വരുന്ന സ്റ്റിച്ചിൻ്റെ അടിയിലൂടെ എടുക്കുക. തൊട്ട് മുമ്പിലത്തെ സ്റ്റിച്ചിൻ്റെ ബാക്കോട്ട് വന്നിട്ട് അടിയിലൂടെ ഇങ്ങനെ നമ്മൾ ആദ്യമൊക്കെ ചെയ്ത പോലെ ഇങ്ങനെ ഒരു ലോക്ക് ഇട്ടിട്ട് ഇങ്ങനെ എടുക്കുക. എന്നിട്ടത്
ചെയ്തെടുക്കുക. അപ്പോൾ സ്റ്റിച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് മെയിനായിട്ടും ചൈനീസ് എംബ്രോയ്ഡറിയിലാണ് ചെയ്യുന്നത്. ഇതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഫീല് വരും, പെക്കിനീസ് സ്റ്റിച്ച് എന്നാണ് പറയുന്നത്. അതേപോലെ മെറ്റാലിക് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ സാധാരണ നൂല് തന്നെയാണ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതങ്ങനെ നിങ്ങൾ ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് നിങ്ങൾ നല്ല കളർ കോമ്പിനേഷൻസ് ഉള്ള നൂലൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റെമ്മ് ചെയ്യാം. ഓക്കെ, അപ്പം സ്റ്റെം സ്റ്റിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത് ഞാൻ ഇവിടെ നൂല് എൻഡ് ചെയ്യുന്നതുകൊണ്ട് ഇതെങ്ങനെ എടുത്തുന്നേ ഉള്ളൂ കേട്ടോ, ഇപ്പുറത്തുനിന്ന്, അതുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബാക്ക് സ്റ്റിച്ച് നമുക്കറിയാം, നമ്മൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോയിട്ട് പിന്നെ റിട്ടേൺ വരിക ചെയ്തത്. പക്ഷേ ഇത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ നമ്മളുടെ ഈ ഒരു നേരെ തന്നെ ഇങ്ങനെ കുത്തിയെടുക്കുക. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. അപ്പം ഇത് നമ്മളിങ്ങനെ കുത്തിയെടുക്കുമ്പോൾ ഞാൻ നേരത്തെ ബാക്ക് സ്റ്റിച്ചിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു 2 ഗ്യാപ്പും സെയിം ആയിരിക്കണം. ഓക്കെ, അപ്പം പിന്നെ ഈ ത്രെഡ് നമ്മൾ ഏത് ഒരു ഭാഗത്തേക്കാണ് ഇടുന്നത് ആ ഭാഗത്തേക്ക് ഇട്ടിട്ട് തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യണം. അത് നിങ്ങൾക്ക് ഇനി ഇപ്പുറത്തോട്ട് ഇടണമെങ്കിൽ അങ്ങനെ ആ ഒരു ഭാഗം, അല്ലാതെ 2 ഭാഗത്തേക്കായിട്ട് പോകരുത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ആദ്യം ചെയ്ത ആ സ്റ്റിച്ചിൻ്റെ അടുത്തോട്ടായിട്ട് വരിക. നൂല് ഒരു ഭാഗത്തേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യാം, ഉണ്ടല്ലേ. തൊട്ടടുത്ത് അതിൻ്റെ അടുത്തോട്ടായിട്ട് ഇങ്ങനെ കുത്തിയെടുക്കുക. ഇത് നമ്മൾ ഡിസൈനൊക്കെ ചെയ്യുമ്പോൾ അതായത് സ്റ്റെം എന്നാണല്ലോ അതിൻ്റെ പേര്. ഇപ്പോൾ നമ്മൾ ഫ്ലവർ, ലീഫ്, അങ്ങനെയൊക്കെ ഫ്ലവറി ഡിസൈൻസൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റെമ്മിനൊക്കെ തന്നെ ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ഔട്ട്ലൈൻ സ്റ്റിച്ചസിലാണ് വരുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ, അതായത് ഈ സ്റ്റിച്ചിൻ്റെ റിവേഴ്സ് സൈഡിൽ വരുന്നത് ബാക്ക് സ്റ്റിച്ചാണെന്ന് പറഞ്ഞിരുന്നു. കണ്ടില്ലേ, ഇങ്ങനെ ബാക്ക് സ്റ്റിച്ചാണ് ഇതിൽ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ എളുപ്പമല്ലേ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതങ്ങനെ ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞു. ഞാൻ കുറച്ച് സ്പീഡായിട്ട് പോവുകയാണ്, കാരണം നമ്മളിപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് തിയറിയും കൂടെ പറയുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ക്ലാസ് തീരാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റായിട്ട് കുത്തിയെടുക്കുമ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന ഈ ത്രെഡിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇങ്ങനെ സൂചി പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ലൂപ്പ് വരും, കണ്ടല്ലോ. പിന്നെ ആ ലൂപ്പിനകത്ത് കുത്തിയിട്ട് നമ്മൾ മുന്നോട്ട് സൂചി ഇങ്ങനെ അതിലോട്ടൊന്ന് ചുറ്റിയെടുക്കുക. വീണ്ടും നമ്മൾ അതേപോലെ ലൂപ്പിനകത്ത് കുത്തിയിട്ട് നേരെ മുന്നോട്ടെടുക്കുക. അതുപോലെ നൂലൊന്ന് ഇങ്ങനെ ചുറ്റി പിടിച്ചു കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വീണ്ടും ലൂപ്പിൽ കുത്തിയിട്ട് ഇങ്ങനെ നമ്മൾ സൂചി കുത്തിയെടുക്കുമ്പോൾ തന്നെ ത്രെഡ് ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ഫില്ല് ചെയ്യുന്നതിന്, അതായത് നമ്മൾ ഒരു ഡിസൈനിൽ മൊത്തം ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ട് തന്നെ നമ്മൾ ഫില്ല് ചെയ്യുന്നതിന് പറയുന്നത് ടാംബൂർ എംബ്രോയ്ഡറി എന്നാണ് കേട്ടോ, ടാംബൂർ. ഓക്കെ, അപ്പോൾ ചെയിൻ സ്റ്റിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് മാജിക് ചെയിനാണ് ചെയ്യുന്നത്. അപ്പോൾ മാജിക് ചെയിൻ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 കളർ ത്രെഡ് വേണം ചെയ്യാനായിട്ട്. അതുപോലെ ഒറ്റ ഒരു ഇഴയെ നമ്മൾ ഇതിന് യൂസ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ ഇപ്പോൾ ഞാൻ അതിൽ 3 ഇഴ എടുത്തിട്ടുണ്ട്, കാരണം നിങ്ങൾക്കത് ശരിക്കും കാണാൻ പറ്റില്ല. ഒരിഴയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ നമ്മൾ കുത്തിയെടുക്കുക. പക്ഷേ ഇങ്ങനെ നമ്മൾ ചുറ്റിയെടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ ഒരു കളർ ത്രെഡ് നമ്മൾ ഇങ്ങനെ ഒരു കളർ ത്രെഡ് മാത്രം ചുറ്റിയെടുത്തിട്ട് നമ്മൾ ഇങ്ങനെ വലിക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ കെട്ട് പണയാനായിട്ട് കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യുക. അതേപോലെ ഓരോന്നും നമ്മളിങ്ങനെ വലിച്ചെടുക്കണം കേട്ടോ.
എന്താ അപ്പോൾ ഈ റെഡിൽ മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ ലൂപ്പ് വരുന്നത്. പിന്നെ നമ്മൾ ഈ റെഡിൽ കുത്തിയെടുത്തിട്ട് നമ്മൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കുത്തുക. ഇനി നമ്മൾ യെല്ലോ കളറാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. യെല്ലോ മാത്രമായിട്ട് എടുക്കുക. വീണ്ടും നമ്മൾ ഇതൊന്നിങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഇതേപോലെ തന്നെ ലൂപ്പിൽ കുത്തിയെടുത്ത്, ഇപ്പം നമ്മൾ യെല്ലോ അല്ലേ എടുത്തത്, ഇനിയിപ്പം നമ്മൾ റെഡ് എടുക്കുക കേട്ടോ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, കണ്ടില്ലേ? അപ്പോൾ ഇതിങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെ പോവും. ഇത് റെഡ് യെല്ലോ അങ്ങനെ, അതുകൊണ്ടാണ് ഇതിനെ മാജിക് ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതങ്ങനെ ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ മാജിക് ചെയിൻ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ട്വിസ്റ്റഡ് ചെയിൻ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ സൂചി കുത്തിയെടുത്തു. നമ്മൾ ഫസ്റ്റ് നമ്മൾ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, ദെൻ നമ്മൾ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ഇവിടെ വന്നിട്ട് നമ്മൾ പുറത്ത് കുത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ നേരെ ലൈനിലോട്ട് നമ്മൾ അതുപോലെ ഈ ഒരു ഗ്യാപ്പ് നോക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതെവിടെ നിന്ന് ഇങ്ങനെ ചരിച്ച് കുത്തിയെടുക്കുക. ഈ ഫസ്റ്റ് ചെയിൻ്റെ സൈഡിൽ വെച്ച് കുത്തിയിട്ട് ഇങ്ങോട്ട് വരിക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ലൂപ്പിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോഴേ ഇവിടെ ഇങ്ങനെ ട്വിസ്റ്റായിട്ട് വരും. കണ്ടല്ലോ? വീണ്ടും നമ്മൾ ഇപ്പോൾ ചെയ്ത ആ ചെയിനിൻ്റെ സൈഡിൽ ഇങ്ങനെ കുത്തിയിട്ട് ഇതേ വീണ്ടും നമ്മളിങ്ങനെ ലൂപ്പിട്ട് കൊടുക്കുക. ഓക്കെ, ഇതേ കണ്ടില്ലേ? ഒരു ടെയിൽ ഇങ്ങനെ ഇവിടെ സൈഡിൽ ഇങ്ങനെ വരും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഇതങ്ങനെ ചെയ്തെടുക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ബ്രോക്കൺ ചെയിൻ ചെയ്യാം. ബ്രോക്കൺ ചെയിൻ, ഹാഫ് ചെയിൻ, ഓപ്പൺ ചെയിൻ എന്നൊക്കെ പറയും. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ നിന്നല്ല, കുറച്ച് മുന്നോട്ടായിട്ട് ഇങ്ങനെ കുത്തിയെടുക്കുക. അപ്പോൾ കുറച്ച് ഓപ്പൺ ആയിട്ടുള്ളൊരു ചെയിനായിരിക്കും വരുന്നത്. ഹാഫ് ഓപ്പൺ കണ്ടോ? അതുപോലെ തന്നെ ഇവിടെ നിന്നും ഇതുപോലെ നമ്മൾ കുറച്ച് വിട്ടിട്ടൊന്ന് ചെറുതായിട്ട് കുത്തിയെടുക്കുക. അപ്പോൾ ഇതുപോലെ കണ്ടോ? കുറച്ച് ഇങ്ങനെ തുറന്ന ഒരു ചെയിൻ വരും. നമ്മൾ സാധാരണ ആ ചെയിനകത്ത് തന്നെ കുത്തിയെടുക്കല്ലേ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടില്ലേ? ഇതിങ്ങനെ ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഹാഫ് ചെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് വിപ്പ്ഡ് ചെയിൻ സ്റ്റിച്ചാണ്. വിപ്പിംഗ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളിങ്ങനെ ചുറ്റി എടുക്കുക. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് വേറൊരു കളറ് ത്രെഡ് എടുത്തിട്ട് ഇങ്ങനെ ഇതാ ഇവിടെ കുത്തിയെടുത്തു. എന്നിട്ട് ഇത് ഓരോ ചെയിനിൻ്റെ ഇടയിലൂടെ നമുക്കിങ്ങനെ വിപ്പ് ചെയ്തെടുക്കാം. എന്താ ഫസ്റ്റ് ചെയിനിൻ്റെ ഇടയിലൂടെ എടുത്തു. സെക്കൻഡ് ചെയിനിൽ ഇങ്ങനെ ചുറ്റി എടുക്കുക കേട്ടോ. ഓക്കെ, അത് വളരെ എളുപ്പമാണ് കേട്ടോ. ഓക്കെ, നമ്മളപ്പോൾ വിപ്പ്ഡ് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇതാ നെക്സ്റ്റ് നമ്മൾ പെറ്റൽ ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അതിന് നമ്മൾ 2 ലൈൻസ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു സ്റ്റെമ്മാണ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റെമ്മ് ചെയ്തിട്ട് നമ്മൾ സ്റ്റെമ്മിൻ്റെ ഇവിടെ നിന്ന് താഴേക്ക് നമ്മൾ ഒരു ചെയിൻ ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ ചെയിനിൻ്റെ എൻഡിൽ കുത്തിയിട്ട് ഫസ്റ്റ് ലൈനിലെ ഈ സ്റ്റെമ്മിൻ്റെ അറ്റത്തോട്ട് എടുക്കുക. അതിനൊരു 3-4 സ്റ്റെപ്പ് വരുന്നുണ്ട് കേട്ടോ. ഇതാ അപ്പോൾ ഇങ്ങനെ വന്നില്ലേ? ഇനി നമ്മൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? ഒരു സ്റ്റെം ഇട്ട് കൊടുക്കുക. ഇതാ ഇനി നമ്മൾ ആ സ്റ്റെമ്മിൽ നിന്ന് താഴോട്ട് സ്റ്റെമ്മിൻ്റെ ആ സെൻറ്ററിൽ കുത്തിയിട്ട് ആ നൂല് വരുന്ന അവിടെ കുത്തിയിട്ട് താഴേക്കൊരു ചെയിൻ ഇട്ട് കൊടുക്കാം. ഓക്കെ, പിന്നെ നമ്മൾ വീണ്ടും ആ ചെയിനിൻ്റെ പുറത്ത് കുത്തിയിട്ട്
നമ്മൾ സ്റ്റെം ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് നമ്മൾ ഇതാ വീണ്ടും അവിടെ നിന്ന് നമ്മൾ സ്റ്റെം ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് കുത്തിയിട്ട് താഴോട്ട് ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക. ഓക്കെ, വീണ്ടും നമ്മൾ ചെയിനിൻ്റെ പുറത്ത് കുത്തിയിട്ട് ആദ്യത്തെ ഫസ്റ്റ് ലൈനിൽ സ്റ്റിച്ചിൻ്റെ അറ്റത്തോട്ട് വരിക. ഓക്കെ, പിന്നെ നമ്മൾ സ്റ്റെം ഇടുക, താഴോട്ട് ചെയിൻ ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ പെറ്റൽ ചിൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇതാ ഇങ്ങനെയാണ് അതിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഇപ്പോൾ ഇതിലിങ്ങനെ സ്ട്രെയിറ്റ് ലൈനിലാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഡിസൈനിലേക്കൊക്കെ കേർവ് ലൈൻസിലൊക്കെ ചെയ്യുമ്പം കാണാനായിട്ടൊക്കെ നല്ല രസമായിരിക്കും കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് ബട്ടർഫ്ലൈ ചെയിൻ ചെയ്യാം. അപ്പോൾ അതിന് 2 ലൈൻസ് വേണം, അതേപോലെ 2 ത്രെഡ്സും വേണം. അപ്പോൾ ഫസ്റ്റ് ലൈനിൽ കുത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു 3 സ്ട്രെയിറ്റ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പം ഇങ്ങനെ അതിനടുത്തോട്ട് തന്നെ കുത്തിയെടുക്കുക. അപ്പോൾ ഇതിലിപ്പോൾ ഒരെണ്ണം വന്നു. ഓക്കെ, അപ്പോൾ 3 ചെയ്തിട്ട് നമ്മൾ ഇത്ര ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത ലൈനിലോട്ട് പോവാം കേട്ടോ. ഓക്കെ, ഇതാ ഇപ്പോൾ ഇവിടെ 3 വന്നു. ഇനി ഇവിടെ നമ്മളിതുപോലെ 3 ചെയ്തെടുക്കുക. താഴോട്ട് വരിക, അടുത്തായിട്ട് ഇങ്ങനെ കുത്തിയെടുക്കുക. പിന്നെ താഴെ വരിക. അപ്പോൾ ഇങ്ങനെ പിന്നെ അതേപോലെ നെക്സ്റ്റ് ഗ്യാപ്പിലോട്ട് ഗ്യാപ്പ് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ 3 ലൈൻസ് നമ്മളിങ്ങനെ 3 സ്ട്രെയിറ്റ് സ്റ്റിച്ച് ഇങ്ങനെ ചെയ്തെടുക്കുക. അത് മൊത്തം ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ 3 സ്ട്രെയിറ്റ് സ്റ്റിച്ചസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഇനി നമ്മൾ വേറൊരു കളറ് ത്രെഡ് എടുത്തിട്ട് ഇങ്ങനെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ പൊക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതാ ഈ 3 ലൈൻസിൻ്റെ അടിയിലൂടെ ഇങ്ങനെ എടുക്കുക. 3 ആ സ്റ്റിച്ചസിൻ്റെ അടിയിലൂടെ എടുത്തിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഇതാ ഇങ്ങനെ തന്നെ തിരിച്ചു വരിക. അതാ ഇങ്ങോട്ട് തന്നെ വന്നിട്ട് അപ്പോൾ അവിടെ ഒരു ലോക്ക് വീഴും കേട്ടോ. ഇത് കണ്ടോ, മനസ്സിലായല്ലോ? ഇനി അതുപോലെ തന്നെ ഈ ലൈൻസിൻ്റെ അടിയിലൂടെ ഇങ്ങനെ വരിക. കണ്ടോ? പിന്നെ നമ്മളിപ്പോൾ ആ ലോക്ക് വീഴുമ്പം അതൊന്ന് ഇതിൻ്റെ സെൻറ്റർ ആക്കിയിട്ട് ഈ സ്റ്റിച്ചിൻ്റെ സെൻറ്റർ ആക്കിയിട്ട് ഒന്ന് പിടിച്ചു കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് ഇങ്ങനെ വളഞ്ഞതാ. അല്ല, ഈ ലോക്ക് വരുമ്പോൾ നമ്മളൊന്ന് ഇവിടോട്ട് ഇങ്ങനെ സെൻറ്ററിലോട്ടൊന്ന് പിടിച്ചു കൊടുക്കുക. നോക്കൂ, കണ്ടോ? ബട്ടർഫ്ലൈ എന്നാണ് പറയുന്നത്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ അടിയിലൂടെ വരിക. നമ്മൾ ഇങ്ങനെ തന്നെ റിട്ടേൺ വരുമ്പോൾ അവിടെ ഒരു ലോക്ക് വീഴും. ലോക്ക് വീഴുമ്പോൾ നമ്മളിതൊന്നും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒരു സെൻറ്ററിലോട്ടാക്കിയിട്ട് പിടിക്കണം. കണ്ടോ, എളുപ്പമല്ലേ? അപ്പോൾ ഇതങ്ങനെ ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ. ഇത് കുട്ടികളെ ഫ്രോക്സിലൊക്കെ ചെയ്താൽ നല്ല ഭംഗിയായിട്ടിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ബട്ടർഫ്ലൈ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ചെയ്യുന്നുള്ളൂ. ഞാനത് മൊത്തം ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ വീഡിയോ ഒരുപാട് നീണ്ടു പോകും. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ നമുക്ക് അടുത്തത് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. പിന്നെ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. കാരണം ഞാനിപ്പോൾ ഇനി വീഡിയോസ് എല്ലാം ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ നോട്ടിഫിക്കേഷനായിട്ടൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.